ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ഇയറിംഗ് കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇയറിംഗ് ബോക്സസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഉണ്ട് എനിക്ക് സംഭവം. പക്ഷേ ഞാനങ്ങനെ യൂസ് ആക്കാറില്ല, അത് വേറെ കാര്യം. പക്ഷെ എനിക്കിങ്ങനെ കുറേ കാണണം. ഇയറിങ്സിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോയാലും ഇനിയിപ്പോൾ ഒരു അമ്പലത്തേക്കോ പൂരത്തിനോ എങ്ങോട്ട് പോയാലും ഞാൻ മേടിക്കുക ആദ്യം എന്താ ഇയറിങ്സ് ആണ്. പക്ഷെ അതിൽ ഒരുപാട് ഇടാനുള്ളതാട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ബോക്സിലായിട്ടാണ് എൻ്റെ ഇയറിങ്സ് ഉള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇത് വർക്കിനൊന്നും ഇയറിങ്സ് യൂസ് ആക്കാറില്ല, ഈ സെക്കൻഡ് സ്റ്റെപ്പ് മാത്രമേ ഞാൻ യൂസ് ആക്കാറുള്ളൂ. ഫംഗ്ഷൻ അതുമാതിരി നല്ല ഹെവി ആയിട്ടുള്ള ഡ്രസ്സ്, കുർത്തീസ് അങ്ങനെയൊക്കെ ഇടുമ്പോൾ മാത്രമേ ഞാൻ ഇയറിങ്സ് ഇടുള്ളൂ. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞു കുഞ്ഞു കമ്മലെന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ, അത് ഈ ഒരു ബോക്സിൽ മാത്രമായിട്ടാണ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബോക്സിലായിട്ടാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു ഇയറിങ്സ്. കുറേ മുന്നായിട്ട് മേടിച്ചതാട്ടോ. എൻ്റെ കുഞ്ഞു കുഞ്ഞു അപ്ഡേഷൻ എന്ന് പറയുന്നുള്ള കമ്മലും. ബാക്കിയുള്ളതൊക്കെ ഇതിൽ പഴയതാണ്. അപ്പം അതൊന്നും കാണിച്ചു തരാൻ എനിക്ക് താല്പര്യമില്ല, കാരണം അത്രയും പഴയതാണ്, കല്ല് പോയിട്ടോ അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇനി വേറെ നമുക്ക് കാണാം. എസ്തെറ്റിക് ടൈപ്പുള്ള കമ്മൽസ് ഉണ്ടാവുമല്ലോ, ഇയറിങ്സ് ഉണ്ടാവുമല്ലോ, ഇതാ ഇങ്ങനെയൊക്കെ ഉള്ളത്. ഈ ഒരു കമ്മൽ ഞങ്ങളെ രായതല്ലൂർ മല, നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, അവിടുന്ന് മേടിച്ചത്. ഞാനും ജിൻഷ, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവളും കൂടി അവിടെ നേരത്തെ മേടിച്ചെന്ന് തോന്നുന്നു. പക്ഷെ അതുവരെ ഇട്ടിട്ടില്ല. ഇതിപ്പോൾ ഒരു 1 year ആവാൻ പോണു, ഇത് ഞാൻ ഇട്ടിട്ടില്ല. യെസ്, ഓക്കെ. സുർമ എന്നുള്ള ഫാൻസി അവിടുന്ന് മേടിച്ചത്. ഞാൻ ഇതും ഇട്ടിട്ടില്ല. ഇത് ഞാൻ ഇറങ്ങണതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ അവിടുന്ന് എന്തോ ഒരു ആവശ്യത്തിന് എന്തോ മേടിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഈ കമ്മൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പം ഞാൻ അതുകൊണ്ട് എടുത്തു. ഞാൻ സത്യം പറഞ്ഞാൽ ഇട്ട് നോക്കിയിട്ട് പോലും ഇല്ല, എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി, അങ്ങനെ എടുത്തതാണ്. രസമുണ്ട് അല്ലേ, എനിക്കിഷ്ടമായി. ഓക്കെ, ഈ ഒരു കമ്മൽ കേട്ടോ, ഇതും റിങ്ങാണ്, കാണുന്നില്ലേ? ഓക്കെ, ഈ ഒരു കമ്മൽ എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ മേലത്തെ കൊല്ലം ട്രിവാൻഡ്രത്തേക്ക് പോയി, പത്മനാഭസ്വാമി ക്ഷേത്രം, കന്യാകുമാരിക്കൊക്കെ പോയപ്പോൾ അവിടുന്ന് എനിക്ക് ഇഷ്ടമായി. ഞാനത് മേടിക്കണമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മായി മേടിച്ച് തന്നതാട്ടോ ഇത്. അമ്മായിക്ക് ഇഷ്ടമായി, അമ്മായി നീ എടുത്തു പറഞ്ഞപ്പോൾ അവ മേടിച്ച് തന്നതാണ്. ഇതും സത്യം പറഞ്ഞാൽ ഇട്ടിട്ടില്ല. പിന്നെ ഈ ഒരു കമ്മൽ കേട്ടാ, ഈ ഒരു റിങ് പോലെയുള്ളത് യൂസ് ആക്കിയിട്ടില്ല. ഇപ്പം ഈ അടുത്തൊന്നും കുറേ മുന്നേ യൂസ് ആക്കിയതാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള കമ്മലാട്ടോ, നല്ല രസമാണ് ഇതിട്ട് കഴിഞ്ഞാൽ. കേട്ടാ, ഇത് ഫുള്ള് സ്റ്റോൺസ് ആണ്, കാണുന്നുണ്ടോ? ഇത് ഫുള്ള് സ്റ്റോൺസ് ആണ്. ഇവിടെ പോകാൻ പറ്റില്ല, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ട് നോക്കി എന്നുള്ളൂ. കേട്ടാ, നല്ല രസമായിട്ടാണ് കാണാൻ. ഈ ഒരു കമ്മൽ ഇത് ഞാൻ ഒരു ടൈം ഇട്ടിട്ടുണ്ട്, അതും പുറത്തേക്കൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഒരു റീൽ എടുക്കാൻ വേണ്ടി ഇട്ടതാണ്. പുറത്തേക്ക് റീലെടുക്കാൻ വേണ്ടി ഇട്ടാൻ കേട്ടോ. കേട്ടോ, രസമുണ്ടല്ലേ? ഇത് ഞാൻ ഇവിടുന്ന് മേടിച്ചതാണ്, സുറുമയിൽ നിന്ന് മേടിച്ചതാണ്, താഴെ ആർട്ടിസ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇതും പിന്നെ ഇത് ഞാൻ കുറേ തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കൊച്ചിയിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ എൻ്റെ വലിയച്ഛൻ്റെ മോളുടെ കല്യാണത്തിന് റിസപ്ഷൻ ഇടാൻ വേണ്ടി മേടിച്ചതാണ്. എൻ്റെ ഫേവറേറ്റ് കമ്മലാട്ടോ ഈ ഒരു കമ്മൽ. ഇവിടുന്ന് മേടിച്ച് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇത് ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല, 1-2 തവണ ഇട്ടിട്ടേ ഉണ്ടാവുള്ളൂ. രസമുണ്ട് അല്ലേ? ഓക്കെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലാണ് സംഭവം. പക്ഷെ ഞാൻ അധികം ഇട്ടിട്ടില്ല. കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇത് ഇട്ടിട്ടില്ല, സത്യം പറഞ്ഞത് ഇട്ടിട്ടില്ല. വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളൂ, അല്ലാതെ പുറത്തേക്ക് ഇങ്ങോട്ട് ഇട്ടിട്ടില്ല. അപ്പം ഈ ഒരു കമ്മൽ ഇത് ഞാൻ കൊച്ചിയിൽ നിന്നാട്ടോ മേടിച്ചത്. പിന്നെ ഈ ഒരു കമ്മൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മൽ. എനിക്ക് ഇതിൻ്റെ ഈ സെയിം 2 കളറിലുള്ള ഡ്രസ്സ് ഉണ്ട്, ഒരു അനാർക്കലി ടൈപ്പ്. അപ്പോൾ അതിന് ഞാൻ ഇടുന്നത് ഈ ഒരു കമ്മലാണ്. കേസ് ഇവിടെ അങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിടാൻ ഒരു ഭംഗി കിട്ടില്ല. പക്ഷെ കാണാൻ രസമുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇത് നമുക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷെ എന്നാലും ഞാൻ കളയില്ല, എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ എടുത്തു വയ്ക്കാനും. റിങ് പോയി എടുക്കാൻ കേട്ടോ. പിന്നെ ഈ ഒരു റിങ് ഇതിപ്പോൾ എവിടെ നിന്ന് എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല, അത് കുറേ മുന്നേ ആയി. ഇതൊക്കെ ഇട്ടിട്ട് തന്നെ അല്ല, ഇട്ടിട്ടുണ്ടോ ഏതോ കാലത്ത്, പക്ഷെ ഇപ്പം അങ്ങനെ ഇടാറൊന്നുമില്ല. ഒരു പേള് വന്നിട്ട് ഇത് ഞാൻ കൊച്ചിയിൽ നിന്ന് എടുത്തതാട്ടോ. ഇതിപ്പോൾ എന്തിനെടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ 1-2 വട്ടം ഇട്ടിട്ടുണ്ടാവും. കേട്ടോ, ഭംഗിയില്ലേ കമ്മൽ, അങ്ങനെ പേള് വന്നിട്ടുള്ളത്. ഇത് പിന്നെ അതുമാതിരി അങ്ങനത്തെ കുറച്ച് മീഷോന്ന് കിട്ടിയതാട്ടോ. അങ്ങനത്തെ കുറച്ച് റിങ് കമ്മലുകൾ കാണുന്നുണ്ടോ അങ്ങനത്തെ. ഓക്കെ, ഇതൊക്കെ എനിക്ക് ലിയേച്ചി, ഞാൻ അവിടെ ആർട്ടിസ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ലിയ പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എനിക്ക് തന്നതാണ്. ചേച്ചി കല്യാണം ആയപ്പോൾ ചേച്ചി യൂസ് ആക്കില്ല, ഈ എടുത്തോന്ന് പറഞ്ഞിട്ട് തന്നതാണ്.
കുറേ ഉണ്ടായിരുന്നു അങ്ങനത്തെ റിങ്ങിൽ വരുന്നത്. ഇതുപോലൊക്കെ ഇത്. ഇത് ഞാൻ +2 ടൂർ പോയിരുന്നു, ഉടുപ്പിക്ക് സ്കൂൾ ടൂറ്. അപ്പോൾ സ്കൂളിൽ ടൂർ പോയപ്പോൾ അവിടുത്തെ നമ്മുടെ ബസ്സിലെ ഡ്രൈവറായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. ഈ കമ്മല് വേണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്നൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ ഏട്ടയ്ക്ക് എടുത്ത് തന്നു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കമ്മല്, നല്ല രസമുണ്ട്. പക്ഷെ ഇതിനിപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ, കളറൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. കുറേ +2 ഇപ്പോൾ എത്ര വർഷമായി. അപ്പോൾ ഈ ഒരു കമ്മല് അത് സുറുമയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് വെറുതെ ജസ്റ്റ് 30 35 അങ്ങനെ എന്തോ റേറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ കണ്ടപ്പോൾ ഒന്ന് മേടിച്ചു എന്നുള്ളൂ ഈ ഒരു കമ്മല്. നേരത്തെ കുറച്ച് റിങ്ങുകളുണ്ടല്ലോ, ആ റിങ്ങുകളാണിത്. വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഇത്രയേ ഉള്ളൂ കമ്മല്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ബോക്സ് എടുക്കാം. നെക്സ്റ്റ് ബോക്സ് പറയുമ്പോൾ സിൽവർ, അതായത് ജിംകാസ്, അങ്ങനത്തെ സിൽവർ ടൈപ്പ് വരുന്ന ജിംകാസാണ് ഈ ബോക്സിൽ. ഈ ബോക്സ് അൺബോക്സ് ചെയ്യാം. ഇതിൽ അത്യാവശ്യത്തിലേറെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കി നോക്കാം. പക്ഷെ എനിക്ക് കുറേ ഒന്നും ഓർമ്മയില്ല എട്ടുന്ന വേടിക്കൊന്നും. നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് ഈ ഒരു ജുമുക്ക കാണണ്ട. ഈ ഒരു ജുമുക്ക ഞങ്ങളുടെ അവിടെ നടുവട്ടത്ത് ഒരു ചെറിയൊരു ഭീമാട്ട് കണ്ടിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ അതിന്ന് ഞാനും ജിൻഷി അന്ന് എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അവൾ വേറെ കമ്മലെടുത്തു, ഞാൻ ഈ ഒരു ചെറിയൊരു ജിമ്മിക്ക് എടുത്തു. എനിക്ക് ഇഷ്ടമായപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറേ ഇട്ടിട്ടുണ്ട്, സാരിക്കും എന്താ പറയുക ട്രഡീഷണൽ വെയേഴ്സിനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്. ദെൻ നെക്സ്റ്റ് ഇത് ഞാൻ ഈ ഒരു ജിമുക്ക പറയുന്നത് ഞാൻ തിരുമാതാംകുന്ന് പൂരമുണ്ടായിരുന്നല്ലോ, ഇപ്രാവശ്യത്തെ പൂരത്തിന് ഞങ്ങൾ ആർട്ടിസ്റ്റുള്ളവർ കുറച്ച് പേര് പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് ഈ ഒരു ജിമുക്ക. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി. ഈടി റോസ് കളറിലുള്ള പേൾസ് വരുന്നതാട്ടോ, നല്ല രസമുണ്ട്. ഇത് ഞാൻ ഒരു വട്ടം ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഇതെനിക്കിഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ രാജനല്ലൂർ മലയിൽ അതേമാതിരി ഈ കഴിഞ്ഞ ഇതിൻ്റെ മേലത്തെ കൊല്ലം അതിൻ്റെ മേലത്തെ കൊല്ലം മേടിച്ചതാണ്. അപ്പോൾ ഇതിനന്ന് എത്രയേ ഉള്ളൂ, 40-45 റേഞ്ച്, 50ൻ്റെ അടുത്തുള്ളൂ ഇതിന് റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് കാണിക്കാം. ഈ ഒരു കമ്മൽ ചേച്ചി പറശ്ശിനിക്കടവ് പോയപ്പോൾ മേടിച്ചു തന്ന കമ്മലാണിത്. രസമുണ്ട് അല്ലേ? ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു തവണ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ജിമുക്ക ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജിമുക്ക കേട്ടോ. ഇത് അമ്മ മേടിച്ച എന്താ ഈ കാണല്ലേ, ഫോക്കസ് ആവുന്നില്ല അല്ലേ? ഓക്കെ, ഇത് അമ്മ എനിക്കല്ല അമ്മയ്ക്ക് വേണ്ടി മേടിച്ചത്. അപ്പം ഞാൻ നൈസായിട്ട് പൊക്കി. ഞാനിത് ഇട്ടിട്ടുണ്ട്, ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ. ഇഷ്ടമാണ് എനിക്കിത് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഈ ഒരു കമ്മൽ, ഈ ഒരു ജിമുക്ക കണ്ടോ. ഈ ജിമുക്ക എന്ന് പറഞ്ഞാൽ ഞാൻ മീഷോന്ന് ഒരു മാല ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. ഇത് ഞാൻ കുറേ വട്ടം ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് കണ്ട, ഇത് ഞാൻ ഇട്ടിട്ടില്ല. ഇത് ഞാൻ സുറുമയിൽ നിന്ന് പുതിയത് മേടിച്ചതാണ്. നല്ല രസമല്ലേ കാണാം? ഈ ഡ്രസ്സിൻ്റെ രസമുണ്ട് അല്ലേ? ഓക്കെ, ഇതിന് വരുന്നത് 50 റുപ്പീസാണ്. 50. നല്ല രസമുണ്ട് അത് കാണാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയണത് ഇതിപ്പോൾ എവിടുന്ന മേടിച്ചെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ മീഷോയിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഇത് ഞാൻ ഇട്ടിട്ടില്ല, എവിടെ പോകുമ്പോൾ ഇട്ടിട്ടില്ല, വെറുതെ വീഡിയോസിന്. പക്ഷെ ഇത് എന്താ ഇടുമ്പോൾ എന്താ പ്രത്യേകത അറിയോ, എൻ്റെ മുഖം കുട്ടി മുഖം കൽമൽ മാത്രം അത്ര വലുതും. അപ്പം ഞാനിത് ഇട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ എനിക്ക് ഇഷ്ടമായി, കാണാൻ ഭംഗിയുണ്ട്, രസമുണ്ടാവും. ചില അനാർക്കലി ടൈപ്പ് അങ്ങനത്തെ ഉള്ളതിനൊക്കെ രസമുണ്ടാവും. എന്തായാലും ഇട്ടിട്ടില്ല ഇത്. ഈ ഒരു കമ്മൽ ഇത് അറിയണത് എൻ്റെ അമ്മായി മേടിച്ച് വെച്ചത്. അപ്പം ഞാൻ അന്ന് അമ്മമ്മയുടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നതാണ്. നമുക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ മേടിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ജിമുക്ക. ഇത് ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറേ ഇട്ടിട്ടുണ്ട്. എല്ലാ ഡ്രസ്സിനും പോണ ഒരു ജുമുക്കയാണിത്. കണ്ടോ, കറക്റ്റ് ഒരു സിൽവർ അല്ല, ഒരു ആൻറ്റി കളറിൽ വരുന്നതാണ്. സോ ഇതിൻ്റെ അമ്മ എന്തോ ഒരു ആവശ്യത്തിന് മേടിച്ചതാ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ മേടിച്ചതല്ല, എന്തായാലും അമ്മ മേടിച്ചതാണ്. ഇതെൻ്റെ ഫേവറേറ്റാണ്. നെക്സ്റ്റ് ഈ ഒരു കമ്മൽ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത് ഞാൻ ഗോവയിൽ ഒരു 2-3 വർഷം മുന്നേ, 3-4 വർഷം മുന്നേ ഗോവയിൽ പോയിരുന്നു. അപ്പോൾ അവിടുന്ന് മേടിച്ചതാണ്. അവിടുന്ന് 150 എത്രയോ പറഞ്ഞ് ലാസ്റ്റ് 80 രൂപയ്ക്ക് സെറ്റാക്കി തന്ന കമ്മലാണിത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കമ്മലും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുറേ ഇട്ടുണ്ട്, ഇതിൻ്റെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ.
അതെനിക്കിഷ്ടമാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പക്ഷെ ഇതിൽ വെയിറ്റ് ഇല്ല കേട്ടോ. ഈ ഒരു അടിയിൽ ജിംക്ക വരുന്നതിൽ വെയിറ്റ് ഇല്ല. ഈ ഒരു കമ്മൽ ഇത് ഞാൻ ഐ തിങ്ക് സുറുമേന്നാണ് തോന്നുന്നു. നമ്മളെ നെയ്ബറെ കല്യാണത്തിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അതെ, അതിന് തന്നെ മേടിച്ചതാണ്. അപ്പോൾ അതിനിട്ടിട്ടുണ്ട്, എന്തായാലും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇതിൻ്റെ കളറ് ചെറുതായിട്ട് ഡിമ്മാവുന്നുണ്ട്. കുഴപ്പമില്ല. ജുംക്ക ഇത് എൻ്റെ അമ്മായി തന്താണ് എനിക്ക് ഈ ഒരു ജുംക്ക. ഇത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇതെനിക്കിഷ്ടമാണ് കേട്ടോ. നല്ല രസമുള്ള കമ്മല. ഇത് ഞാൻ വളാഞ്ചേരി ഫാഷൻ ഡിസൈനിങ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എന്താ ഫാൻസി കുറ്റിപ്പാറ റോഡിനുള്ളൊരു ഫാൻസിന്ന് മേടിച്ച കമ്മലാണ്. ഫാൻസിയുടെ പേരേക്ക് ഓർമ്മയില്ല. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. 200 സംതിങ് മേലെ റേറ്റ് വരുന്നുണ്ട് ഈ ഒരു കമ്മലിന്. ഇത് അധികം ജിൻഷയുടെ കയ്യിലായിരുന്നു. അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് തന്നത്. ഇതിപ്പോൾ എവിടുന്ന മേടിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിൻ്റെ മേലെ ഒരു സാധനം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇവിടെ കാണുന്നുണ്ടോ ഈ ഭാഗത്ത്? പക്ഷെ അറിയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് അത് ശ്രദ്ധിച്ചാൽ മാത്രമേ അറിയുള്ളൂ. ഇത് എവിടുന്ന് മേടിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ ഇട്ടിട്ടുമില്ല. ഈ ഒരു ജുമുക്ക ഇതൊക്കെ ചേച്ചി തന്നതാണ്. ചേച്ചി എവിടെ പോയപ്പോൾ മേടിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഈ ജുമുക്ക ഞാൻ കുറേ വട്ടം ഇട്ടിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ളൊരു ജുമുക്ക കേട്ടോ. അങ്ങനെ കുളത്തുന്ന ജുമുക്കയാണ്. ഇതും അതേമാതിരി എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് സാധാ ജുമുക്ക തന്നെയാണ്. ഇത് ഞാൻ കുറേ വട്ടം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതെനിക്കിഷ്ടമാണ്. ഈ കമ്മൽ ഞാൻ കുറേ വട്ടം ഇട്ടിട്ടുണ്ട്, പക്ഷേ എവിടുത്തെ മേടിച്ചതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാൻ കുറേ തവണ യൂസ് ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കാണാൻ. മുടി എന്തോ മാതിരി ഗൈസ്. ഞാൻ മുടി എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഹെയർ ടിപ്പ് ഒരു വീഡിയോ നെക്സ്റ്റ് ഞാൻ ചെയ്യാം. എനിക്ക് സമയം കിട്ടണില്ല. ഇതിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇന്ന് വന്നപ്പോൾ എടുക്കണതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായതുകൊണ്ട് അവിടുന്ന് സമയം പറയുന്ന സാധനം നമ്മുടെ അരികത്ത് പോയിട്ടില്ല. അപ്പം എങ്ങനെയെങ്കിലും ഞാൻ സമയം ഉണ്ടാക്കിയിട്ട് ഇത് വന്ന് വീട്ടിലേക്ക് വന്നിട്ടോ സമയം ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ അടുത്ത് കുറേ പേര് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ഹെയർ ടിപ്പിൻ്റെ വീഡിയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യും. ഉറപ്പ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിരിക്കും. ഓക്കെ, ഫ്രണ്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ അവിടുത്തെ ഫ്രണ്ട് അവൾക്ക് ഞാൻ വേറൊരു കമ്മൽ ഇടാൻ കൊടുത്തു. അവൾ ഈ കമ്മലൊക്കെ ഇടാൻ തന്നു. അങ്ങനെ പിന്നെ മറന്നു. അവൾ എൻ്റെ കമ്മൽ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കമ്മൽ കൊടുത്തു, അവളുടെ കമ്മൽ കൊടുത്തു. അങ്ങനെ മറന്ന കമ്മലാണ്. പക്ഷെ ഇത് ഇട്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഫോക്കസ് ആവാത്ത ഇതിൻ്റെ അടിയിൽ ഒരു ജുമുക്ക ഉണ്ടായിരുന്നു. ഞാനിത് പറശ്ശിനിക്കടവ് നിന്ന് ഇപ്പോഴത്തെ പറശ്ശിനിക്കടവ് പോയപ്പോൾ നമ്മൾ പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തൊരു കാണാം. അപ്പോൾ പറശ്ശിനിക്കടവ് പോയപ്പോൾ ഞാൻ എടുത്തതാണ്. ഇതിൻ്റെ അടിയിൽ എന്താ പറയുക ജുമുക്ക ഉണ്ടായിരുന്നു. എനിക്കത് അത്രയായിട്ട് ലൈക്കായില്ല. അവിടെ നിന്ന് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്ര ലൈക്കായില്ല. അപ്പോൾ സോ ഞാനത് മാറ്റി ഊരിയെടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ആക്കി. ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു കമ്മൽ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ചുരിദാറിന് വേണ്ടി മേടിച്ചതാണ്. അതിന് തന്നെ ഇട്ടിട്ടുണ്ട്. കളറൊക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെ. പക്ഷെ എങ്ങനെ കാണുമ്പോൾ കളർ പോയ മാതിരി തോന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ കളർ പോയി. ഈ ഒരു കമ്മൽ ഇതിൻ്റെ ഈ സെൻറ്ററിലുണ്ടല്ലോ ഹോള്, ഈ ഹോളിൽ ഒരു മിറർ ഉണ്ടായിരുന്നു. ഒരു മിറർ വീണപ്പോൾ പൊട്ടി. അപ്പോൾ ഞാൻ ഇതും ഒന്നത്തെ ഞാനത് പറിച്ചിട്ടു. ഇതൊക്കെ എവിടുന്ന് മേടിച്ചതാണെന്ന് ഓർമ്മയില്ല. ഇത് കുറേ മുന്നേ, ഇത് എത്ര ഒരു 7 വർഷമൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവും. ആ സമയത്ത് മേടിച്ചത്. ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയിൽ തന്നെ എപ്പോഴും കിടക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഇത് ഇങ്ങനെ റിങ് മേടിച്ചാന്നറിയില്ല, കുറേ ആയി എന്തായാലും. ഓക്കെ, ഇത് ഞാൻ വളാഞ്ചേരി നിന്നാണ് മേടിച്ചു തോന്നുന്നത്. വളാഞ്ചേരി ഫാൻസിൽ നിന്ന് മേടിച്ചത്. കുറേ ആയി സത്യം പറഞ്ഞാൽ. അതൊക്കെ എത്ര വർഷമായി. ഞാൻ ഫാഷനിൽ കയറിയ സമയത്ത്, ഫസ്റ്റ് ഇയർ കയറിയ സമയത്ത് മേടിച്ചതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല അത് എവിടെ നിന്നാണെന്ന്. ഇതിട്ടിട്ടില്ല. ഇത് ഞാൻ ഇട്ടിട്ടില്ല. ഇതൊക്കെ കുറേ ആയി. ഇതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട്. അത് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ലാസ്റ്റ് വേണം നമ്മുടെ ഈ ബോക്സ് കംപ്ലീറ്റ് ആയി കേസ്. കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതെന്ന് പറയണത് എവിടുന്ന് മേടിച്ചതാണ് ഓർമ്മ ഇട്ടണില്ല. ഇതും അതുമാതിരി കുറേ വർഷമായി. ഇനി നെക്സ്റ്റ് വന്നത് ഇത് മലേഷ്യ പോയപ്പോൾ അവിടുന്ന് മേടിച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ബോക്സാണ്. അവിടുത്തെ ട്വിൻ ടവറിൻ്റെ ഫോട്ടോ ആട്ടോ അവിടെ വെച്ചിട്ടുള്ള. ഇത് അറിയുന്നത് നല്ല രസമുണ്ട്, തൊടാൻ നല്ല രസമുണ്ട്. ഇവിടെ നല്ല കളക്ഷൻ. ഇതാണ് എൻ്റെ കമ്മൽ. ഇതിൽ വരുന്നത് ഫുൾ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന കമ്മലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ജുമുക്ക. ഇത് എൻ്റെ അമ്മ രാമേശ്വരം പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കമ്മൽ മേടിച്ചിരുന്നു. അപ്പോൾ അമ്മ കൊടുന്ന കമ്മല. പക്ഷെ അത് ഇട്ടിട്ടില്ല. അത് കുറേ ആയി, 2-3 വർഷം മുന്നേ ആയി. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. ഈ ഒരു ജുമുക്ക അങ്ങനെ അടുത്തേക്ക് വെച്ചാൽ മതിയില്ലേ എന്ന് ഫോക്കസ് ആയിരുന്നു.
അല്ല ബാക്കിയുള്ളത് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു കമ്മൽ തന്നെ 55 റുപ്പീസാണ്. ഇത് ഞാൻ കോട്ടയം ലുലു മാൾ പോയപ്പോൾ ഞാനും ഏട്ടനും കൂടി പോയപ്പോൾ ഏട്ടൻ എനിക്ക് ക്രെഡിറ്റ് കാർഡ് വന്നത് നീ എന്താ വെച്ചാൽ മേടിച്ചാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫാൻസി മേടിച്ചു. അപ്പോൾ എനിക്ക് ഇപ്പോഴേക്ക് തോന്നുന്നത് കുറേ സാധനങ്ങളും കൂടി മേടിച്ചാൽ മതിയായിരുന്നു. സാരമില്ല, അപ്പോൾ തോന്നുന്ന സമയത്ത് നമുക്ക് തോന്നില്ലല്ലോ. ഓക്കെ പോട്ടെ, കുഴപ്പമില്ല, ഇനി അവസരങ്ങൾ വരും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കമ്മൽ. ഇപ്പോൾ തുരുമ്പൊടിക്കാറില്ല, ഒരു തുരുമ്പൊടിച്ചിട്ടുണ്ട്. തൊടുമ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടുമ്പോൾ ഒരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ രസമുണ്ട് കാണാൻ അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മൽ ഇതെൻ്റെ ഫേവറേറ്റ് കമ്മലാണ്. പക്ഷെ ഇത് ഞാൻ ഇട്ടിട്ടില്ല ഗേസ്, കാണണ്ട, ഇടാനുള്ള അവസരം വരുന്നില്ല. ഡ്രസ്സ് ഇതിന് പറ്റിയ ഡ്രസ്സില്ലേക്ക്. അപ്പോൾ പാതിരാക്കുന്നുമാനെ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ച കമ്മലാട്ടോ. ഇതിൻ്റെ കളറ് ഏകദേശം ഡിമ്മായി പോയിട്ടുണ്ട്. അടിയിൽ കറുത്ത പേള് വരുന്നത്. ആക്ച്വലി ഈ കമ്മൽ എന്ന് പറയുന്നത് ഞാൻ കൊച്ചിയിൽ കോസ്മെറ്റോളജി പഠിച്ച സമയത്ത് നമുക്ക് മേക്കപ്പ് ഉണ്ടല്ലോ, മേക്കപ്പിന് പ്രാക്ടിക്കലുണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അവിടുത്തെ രാഹുൽ പറഞ്ഞ ഏട്ടനുണ്ട്. ആ ഏട്ടൻ ഇന്ന മേക്കപ്പ് ചെയ്യാം, വേറെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് എൻ്റെ ബാഗിൽ വെച്ചോ എൻ്റെ കയ്യിൽ തന്നു. എന്തൊക്കെ ഓർമ്മയില്ല, അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ പെട്ടു ഈ കമ്മൽ. പിന്നെ ഞാനും മറന്നു, സത്യം പറഞ്ഞാൽ ആ ഏട്ടനോട് ചോദിച്ചതുമില്ല. അപ്പോൾ അങ്ങനെ പെട്ട കമ്മലാണ്. രാഹുൽ ഏട്ടൻ കാണുന്നുണ്ടെങ്കിൽ സോറി, ഞാൻ എടുത്ത് മാറ്റിയതല്ല ഏട്ടൻ, ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഒരു ലീഫ് ആട്ടോ അവിടേക്ക് വരുന്നത്. ഇത് എന്ന് പറയണത് എവിടുന്ന് മേടിച്ചതാ ഓർമ്മ ഇട്ടിട്ടില്ല. ഞാൻ മേടിച്ചതാ, എനിക്കറിയാം ഞാൻ മേടിച്ചത്. ഞാൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തതാണ്. പക്ഷെ അമ്മ അല്ല ഇടാറ്, ഞാനാണ് ഇടാറ്. അമ്മ ഇടും, അധികം ഇടാറുണ്ട് അമ്മ, പക്ഷെ എവിടുന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ പോട്ടെ. ഈ ഒരു ജുമുക്ക എവിടുന്ന് മേടിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. അതൊക്കെ കുറേ ആയി, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണില്ല ഞാൻ. ഇത് ഞങ്ങളുടെ അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു ശിവരാത്രിക്ക്. അപ്പോൾ അതിന് ഞങ്ങൾ ഒരേ മാതിരിയുള്ള സെറ്റും ഉണ്ടായിരുന്നു. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ റീലിലൊക്കെ, ഇത് എവിടെ നിന്ന് എടുത്ത സെറ്റും ഉണ്ടാ, ലിങ്ക് പ്ലേസ് ആകുമ്പോൾ ലിങ്ക് ഇല്ല. സത്യം പറഞ്ഞത് നമ്മൾ പെരുന്തമണ്ണ ഫാമിലി ടെക്സ്റ്റൈൽസ് നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടി മേടിച്ച കമ്മലാണ്. ഇത് കുറച്ച് വെയിറ്റ് ഉള്ളതാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് സാരിക്ക് വേണ്ടി മേടിച്ചത്. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടില്ല. ഇതിനിപ്പോൾ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ അടുത്ത ഡ്രസ്സിന് ഇടാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് അമ്മ മേടിച്ച എന്താട്ടോ, ഇത് ഞാൻ ഇട്ടിട്ടില്ല. ഇട്ടുണ്ട്, സോറി. എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ പിറന്നാൾ ഞാൻ ആർട്ടിസ്റ്റിൽ വരയ്ക്കുന്ന സമയത്ത് അവിടുന്ന് തിരുമാതാംകുന്ന് അമ്പലത്തിൽ പോയപ്പോൾ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത കമ്മലാണ്. കുറേ മുന്നേ ആയിട്ടോ മേടിച്ചിട്ട്. ഇത് ഞാൻ പ്ലാമന്തോള് സ്റ്റാൻഡിലുള്ളൊരു ഫാൻസിന്നാണ് മേടിച്ചത്. നല്ല ഇത് കുറേ പെട്ടിട്ടുണ്ട്. ഇതിന് അടിയിലുള്ള തൂക്കൊക്കെ പോയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ അത് അഴിച്ചിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അഴിച്ചു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ നോക്കാം എന്തായാലും. ഇനിയിപ്പോൾ അത് ഇല്ലാണ്ട് എന്തായാലും ഇടാൻ പറ്റില്ല, കാരണം അങ്ങനെ എടുത്ത് കാണിക്കും, നന്നായിട്ട് എടുത്ത് കാണിക്കും. ഇവിടെ കാണില്ല, ഇവിടെ കാണല്ലേ. പക്ഷെ രസമാണ്, നമ്മൾ ട്രഡീഷണൽ വെയറിനൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ ഒരു പട്ടുപാവാട എടുത്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അതിന് ബാക്കിൽ ചെറുതായിട്ട് ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അറിയണില്ല, അങ്ങനെ പെട്ടെന്ന് അറിയില്ല. ബാക്ക് സൈഡിലാണ്. കുറേ ഇത് മേടിച്ചിട്ട്. ഇത് ഞാൻ മേടിച്ചത് മറ്റേ പറശ്ശിനിക്കടവ് പോകുമ്പോൾ അതിന് ഞാനൊരു ടോപ്പ് അടിച്ചിരുന്നു. അപ്പോൾ അതിലിടാൻ വേണ്ടി മേടിച്ചിട്ട് കമ്മലാണ്. ഞാനിങ്ങനെ മേടിച്ച് വെക്കും, കുറേ ഇങ്ങനെ മേടിച്ച് വെക്കും. പക്ഷേ എനിക്കവിടെ തോന്നണം, ഇടണം തോന്നുമ്പോൾ മാത്രം ഞാൻ ഇടുള്ളൂ. നമുക്ക് വരുന്നത് ഇത് നമ്മുടെ രായനല്ലൂർ മാല കയറ്റത്തിന് മേടിച്ചതാണ് കഴിഞ്ഞ കൊല്ലത്തിന്. ഞാനും മേടിച്ചിട്ടുണ്ട്. ജിൻഷി ഇതിൻ്റെ സെയിം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന കമ്മൽ. അതിനൊരു പെയറായിട്ടൊരു മാല ഉണ്ടായിരുന്നു. 2000 സംതിങ് എന്തോ റേറ്റ് വരുന്നുണ്ട്. ഇത് എൻ്റെ അല്ല സത്യം പറഞ്ഞാൽ, ഞാൻ എന്തായാലും ഈ റേറ്റ് ഒന്നും മേടിക്കില്ല. എൻ്റെ ചേച്ചീൻ്റെയാണ്. ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് കല്യാണം കഴിഞ്ഞിട്ട് 7-8 വർഷമായി. അപ്പോൾ എൻഗേജ്മെൻറ്റിന് ചേച്ചിക്ക് ചെന്നൈയിൽ നിന്ന് ചേച്ചിയുടെ വല്യമ്മ മേടിച്ചു കൊടുത്തതാണ്. അപ്പോൾ ചേച്ചി പിന്നെ ഇടില്ല, അതുകൊണ്ട് എനിക്ക് തന്നു. അതിൻ്റെ അടിയിൽ വേറെ തൂണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറിച്ചിട്ടു കേട്ടോ. അത് ഇടുമ്പോൾ എന്തോ മാതിരി. ഇതാണ് ഒരു ഭംഗിയാണുള്ളത്. ഇതെനിക്ക് നല്ല ഇഷ്ടം, എൻ്റെ ഫേവറേറ്റാണ്. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. അപ്പോൾ ഇത് നമുക്ക് നമ്മളെ കണ്ണേട്ട മേടിച്ച് എന്താണ് നല്ല ഭംഗിയുണ്ട് കാണാൻ. കൊള്ളാമല്ലേ, കാണാമല്ലേ, ഫോക്കസ് ആവുന്നുണ്ട് ആവും. അപ്പോൾ ഈ ഒരു ചുമുക്ക എന്ന് പറയുന്നത് ഞങ്ങളുടെ ആർട്ടിസ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ പറയുക ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കമ്മൽ മാത്രം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വേഗം ഓണത്തെ സ്പോട്ട് പോയിട്ട് താഴെ സുറുമേന്ന് മേടിച്ച കമ്മലാണിത്. നല്ല രസമുണ്ട് കാണാൻ. അവിടെ ഒരു ദേവിയൊക്കെ ആയിട്ട്. എനിക്കറിയില്ല, ഇത് അമ്മ മേടിച്ചു തന്നു. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല.
അതിൻ്റെ ഉപ്പടിക്ക് മേലേക്ക് വേറൊരു മാതിരി അടിക്ക് ചുമക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമാവണം അല്ലെങ്കിൽ ഇത് മാത്രമാണ്. പക്ഷെ ഇതിക്ക് അത്ര ലൈക്ക് ആയില്ല, ഞാൻ ഇതുവരെ ഇട്ടിട്ടുമില്ല. എനിക്ക് നല്ല ഇഷ്ടമായിട്ടില്ല കമ്മൽ. ഇത് ഇട്ടിട്ടില്ല, ഇത് പുതിയതാണേ. അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഈ ഒരു കമ്മൽ നാട്ടിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മേടിച്ചപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഞാൻ ഇത് ഇഷ്ടമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണം പറഞ്ഞപ്പോൾ മേടിച്ചു തന്നതാണ്. ഇത് നല്ല ഭംഗിയായിട്ടാണ് കാണാൻ. ഇത് തിരുവാതാംകുന്ന് ഞാൻ ആദ്യം കാണിച്ചത് സിൽവറിലൊരു ചുമുക്ക, അപ്പോൾ അതേമാതിരി മേടിച്ചതാണ് ഇതും അതും കൂടിയിട്ടാണ് ഞാൻ മേടിച്ചത് തിരുവാതാംകുന്ന് അമ്പലത്തിൽ നിന്ന്. ഓക്കെ, ഇവിടുന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു കുഞ്ഞ് ചുമുക്ക കുറേ ആയി, പക്ഷേ ഇവിടുന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇട്ടിട്ടുണ്ട്, കുറേ വട്ടം ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ കുളത്തി പിടിക്കും, നല്ല രസമല്ലേ കാണാൻ. ഇത് വെറും 50 രൂപ ഉള്ളൂ കേസ്. ഇത് ഞാൻ മറ്റേ രായനല്ലൂർ മലയിൽ നിന്ന് മേടിച്ചതാണ്. ലേറ്റസ്റ്റ് മോഡൽ കമ്മലാണിത്. ഇത് കല്യാണത്തിന് വേണ്ടി മേടിച്ചതാണ്. ഈ മന്ത് നമുക്കൊരു കല്യാണം വരുന്നുണ്ട്, അപ്പം അതിന് വേണ്ടി ധാവണിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇതിൻ്റെ ചേച്ചിയുടെ കുട്ടി, ഞാൻ കീടാന്ന് പറയല്ലോ, അവൾ എനിക്ക് ഗിഫ്റ്റ് തന്നത്. അവൾ യൂസ് ആക്കിയത് തന്നെയാണ്. അപ്പോൾ അവളിൻ്റെ അടുത്ത് നിത്യമാമയ്ക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടായിട്ട് വിളിച്ചു പറയും. അപ്പോൾ വിളിച്ചു പറയുമ്പോൾ ഞാൻ പറയും എന്താ ഗിഫ്റ്റ്? നിത്യം വെരി സർപ്രൈസ് ആണ് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ കല്യാണക്കത്തിൻ്റെ കുഴപ്പമില്ല ഐ ലവ് യു നിത്യമേമ ബൈ ബൈനിക എന്നൊക്കെ എഴുതിയിട്ട് നിത്യമേമയ്ക്ക് ചെറിയ സർപ്രൈസ് ഉണ്ട്. അതിലിങ്ങനെ എന്താ പറയുക കുളത്തി വെച്ചിട്ടാണ് അവൾക്ക് തന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കമ്മൽ. എന്തായാലും കുറേ പഴയതായിട്ടോ, കളറൊക്കെ പോയിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല, ഇതൊക്കെ കുറേ മുന്നുള്ളതാണ്. അതുമാതിരി ഇത് അടുത്ത വീട്ടിലത്തെ ചേച്ചി, അതിന് വേറെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. താഴത്ത് നിൽക്കണ്ടേ? ഓക്കെ, എന്താ അതിൻ്റെ കളർ ചേഞ്ചാണിത്. കളർ ചേഞ്ചാണ്. തിരുവാതിരയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. ഓക്കെ, അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് കമ്മലാണ്. അതുമാതിരി വള, ക്രാബ്. എനിക്ക് ഡ്രസ്സിനേക്കാളും കൂടുതലുള്ളത് ആക്സസറീസ് ആയിരിക്കും. ഞാൻ അതിനോട് ഭയങ്കര അഡിക്റ്റഡ് ആണ്. സോ ഞാൻ എവിടെ പോയാലും എന്ത് കണ്ടാലും അധികം ഞാൻ മേടിക്കുക കമ്മലാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ മേടിക്കുന്നതാണ്. ഇനി നമുക്ക് പുതിയതൊക്കെ മേടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, ഷോർട്സ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇനിയിപ്പോൾ ലോങ് വീഡിയോ ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ. ഇനി ഞാൻ ഹെയർ ടിപ്പിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ചെയ്യും. പിന്നെ വരും വീഡിയോസ് അങ്ങനെ വരും. ഞാൻ എന്തായാലും വിചാരിക്കുന്നുണ്ട് വീക്കിലി 2 വട്ടം ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു വർക്കിൻ്റെ കാര്യങ്ങളും അതും ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബിസിയാണ്. അപ്പോൾ പരമാവധി ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം, ഓരോന്നായിട്ട് അപ്ലോഡ് വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റും വന്നോട്ടെ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.